അല്ലാഹുതആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ വർക്കത്തുകൊണ്ട് റബ്ബ് തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തുമാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ മക്കളുടെ കുടുംബക്കാരുടെ ഇഷ്ടക്കാരുടെ ഉസ്താദുമാരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശമനമാക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം എന്നല്ല, മുസ്ലിമീങ്ങൾ എന്നല്ല, ഇന്ന് ആധുനിക സമൂഹം നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി, വലിയ ഒരു മുസീബത്തായി തുടരുകയാണ്. കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയും ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയും അതേപോലെ പെൺകുട്ടികളുടെ അഴിഞ്ഞാട്ടവും. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരാവട്ടെ, കുടുംബത്തിന് മക്കളുടെ മേൽ യാതൊരു അധികാരവും രക്ഷിതാക്കൾക്ക് ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. ഇത് പരിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ മോശമായി പഠിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്നും ഖുതുബയിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നു ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നീതി കൊണ്ട് കൽപ്പിക്കുന്നു, ഗുണമുണ്ടാവണം, ഇഹ്സാൻ ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായത് പ്രവർത്തിക്കണം. അതേപോലെ അടുത്തുള്ള കുടുംബക്കാരെ, അടുത്തുള്ള അയൽവാസികളെയൊക്കെ സഹായിക്കണം. വയൻഹാനിൽ ഫഹ്ശായി വൽ മുങ്കർ വൽ ബഗി, പടക്കത്തരങ്ങളെ തൊട്ടും മോശമായ കാര്യങ്ങളിൽ നിന്നും തമ്മാടിത്തരങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളെ അല്ലാഹു തആല തടയുകയും ചെയ്യുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഖുതുബയിലും കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹം ഇന്ന് ഏറ്റവും ബടക്കായ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. എങ്ങനെയൊക്കെ ബടക്കാകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബടക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് അത്തരം ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷത്തൻ വസഅ സബീല. നിങ്ങൾ വൃത്തികേടുകളിൽ വെച്ച്, വടക്കത്തരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വടക്കത്തരമായ വളരെ മോശമായ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. അത് വളരെ മോശമാണെന്ന് മാത്രമല്ല വസഅ സബീല, വളരെ മ്ലേച്ഛമായൊരു ഏർപ്പാടിൽപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും മോശമായ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെണ്ണ് മോശമായത് കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ വേണ്ടാത്തൊരു ലോകത്തെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടൊന്നും അല്ല. മലയാളത്തിലെ പ്രിയങ്കരനായ കവി ചങ്ങമ്പുഴ പാടി, നാരികൾ നാരികൾ ലോകനാശത്തിന്റെ നാരായ വേരികൾ നാരകീയ അഗ്നികൾ, പെണ്ണെന്നൊരെണ്ണത്തിനെ സൃഷ്ടിക്കാതിരുന്നെങ്കിൽ നിർണയം പണ്ടേ ലോകം സ്വർഗമായി കഴിഞ്ഞേനെ എന്നാണ് ചങ്ങമ്പുഴ പാടിയത്. അപ്പൊ പെണ്ണില്ലായിരുന്നുവെങ്കിൽ ലോകം സ്വർഗമായിരുന്നു എന്നാണ് ചങ്ങമ്പുഴ പാടി. നമ്മൾ പാടിയല്ല കേട്ടോ. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പെണ്ണ് സ്വർഗം എന്താന്ന് തിരിയണമെങ്കിൽ പെണ്ണ് ഭൂമിയിൽ വേണമെന്നാണ്. പെണ്ണുള്ളത് കൊണ്ടാ സ്വർഗം എന്താന്ന് നമുക്ക് തിരിഞ്ഞതെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നതും അങ്ങനെയാണ് പഠിക്കുന്നതും. അതാണ് സത്യവും. പെണ്ണ് ലോകത്ത് വേണം. ഒരിക്കലും മോശപ്പെട്ട സാധനമല്ല പെണ്ണ്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും അത്തീബു വന്നിസാഉ. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സാധനം ദുനിയാവിലുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറയാ എനിക്ക് ഇഷ്ടമുള്ളത് രണ്ടെണ്ണം. ഒന്ന് സുഗന്ധദ്രവ്യമാണ്, സെന്റ്. അത് സുഗന്ധം, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. റസൂലുള്ളാഹി തങ്ങൾ ആര് കൊടുത്താലും അത് വാങ്ങുമായിരുന്നു. നമുക്കും അങ്ങനെ തന്നെ. ഒരാൾ സെന്റ് തരുമ്പോ വേണ്ട എന്ന് പറയരുത്, അത് മടക്കൽ കറാഹത്താണ്. അത്ര പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സുഗന്ധദ്രവ്യം. അതെനിക്ക് ഇഷ്ടമാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. രണ്ടാമതായിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനം നിസാവു, അത് സ്ത്രീയാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്ത്രീ ഒരു മോശപ്പെട്ട സാധനമൊന്നുമല്ല, വളരെ മുന്തിയ സാധനമാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ നിലയില് എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറയുന്നത് എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുക. ലോകത്ത് അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ ഉത്കൃഷ്ടരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായും
ബലവും ബലക്കേടും മനുഷ്യനായി പറന്ന എല്ലാവർക്കും ആണിനും പെണ്ണിനുമുള്ള ഒരു പ്രത്യേകമായ ഒരവസ്ഥയാണ്. മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ബലുണ്ടാവും, ചില കാര്യത്തിൽ ബലക്കേടുണ്ടാകും എന്നല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞത്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ പടച്ചത് തന്നെ ബലഹീനനായിക്കൊണ്ടാണ് എന്നാണ്. ബലഹീനത മനുഷ്യന്റെ ജന്മസഹജമായ ഒരു ഗുണമാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ. അപ്പൊ ആ ബലഹീനത വരുമ്പോ നമുക്ക് എന്ത് വേണം? പരസ്പരം താങ്ങും തണലുമാകാൻ ഒരാള് വേണം, ഒരു താങ്ങ് വേണം. തളരുമ്പോ താങ്ങാൻ ഒരാളുണ്ടാവുക എന്നത് ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യമാണ്. അതാണ് ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ആണിനെ കൊണ്ടോ പരസ്പരം കിട്ടേണ്ട ഗുണം. അതാണ് വിവാഹത്തിലൂടെ അല്ലാഹു തആല നിശ്ചയിച്ച ഒന്നാമത്തെ കാര്യം. അല്ലാഹു തആല പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു ഇണയെ, മനുഷ്യരിൽ നിന്ന് ഒരു ഇണയെ, ഒരു പെണ്ണിന് ഒരാണിനെ, ഒരാണിന് ഒരു പെണ്ണിനെ ഇണയാക്കി അല്ലാഹു തആല സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എന്തിനാ ഇത്? എന്തിനാണ് ഒരു ആണിനൊരു പെണ്ണ്? എന്തിനാണ് പെണ്ണിനൊരാണ്? ലിതസ്കുനു ഇലൈഹ, മനസമാധാനം ഉണ്ടാകാതിരിക്കാൻ, ആത്മഹത്യ കുറയാനാണെന്നായി പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് എപ്പോഴും ആത്മഹത്യകളാണ്. ധാരാളമായി ആത്മഹത്യകൾ പെരുകുകയാണ്, കൊലപാതകങ്ങൾ പെരുകുകയാണ്. ഭാര്യനെ കൊട്ടിക്കൊല്ലുക, എന്നിട്ട് ഭർത്താവ് തൂങ്ങിച്ചാകുക, ഇങ്ങനത്തെ എത്ര വാർത്തകളാണ് നമ്മൾ ഇങ്ങനെ ദിനേനെ കാണുന്നത്. എന്തുകൊണ്ടാ? ലിതസ്കുനു ഇലൈഹ, സമാധാനമില്ലാത്ത ജീവിതമാണ് ഇതിന്റെ കാരണം. സമാധാനമുള്ള ജീവിതം ഉണ്ടാവണമെങ്കിൽ അതിന് പറ്റുന്ന ധാർമ്മിക അടിത്തറയിൽ ഉയർത്തപ്പെട്ട ഒരു വൈവാഹിക ജീവിതം അനിവാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്താണ് അതിലൂടെ സമാധാനം കിട്ടുമെന്ന് പറയുന്നത്? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോന്നാ സ്വർഗം മനസ്സിലാക്കി വെച്ച്. ചില ആളുകൾ മനസ്സിലാക്കി എന്താ, കള്ളിന്റെ പുഴ ഉണ്ട് അവിടെ. ഞാൻ ആർക്കും എനിക്ക് വേണ്ട. അങ്ങനെ കള്ള് കുടിക്കണം, ഇപ്പൊ പറഞ്ഞ് കുടിച്ചോളൂ, നമുക്കത് വേണ്ടാത്തതുകൊണ്ട് തന്നെയാണ്. കള്ള് എന്ന് കേൾക്കുമ്പോ തന്നെ വെറുപ്പാണ് നമുക്ക്. പിന്നെ കള്ള്, അപ്പൊ കള്ളിന്റെ പുഴ വേണ്ട. പിന്നെ തേനിന്റെ പുഴ, പാലിന്റെ പുഴ, അങ്ങനത്തെ പെണ്ണ് ഇങ്ങനത്തെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് സ്വർഗം. അല്ല, അത് ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ല പറഞ്ഞാണ്. പെണ്ണേ 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 പറഞ്ഞ് നടക്കുന്ന ഒരു പോത്തനുണ്ട്, എന്നാ അവനോട് അവിടെ അങ്ങനത്തെ പെണ്ണിട്ടിട്ടോ അങ്ങനത്തെ പെണ്ണിട്ടിട്ടോ, എന്നാ എനിക്ക് സ്വർഗം കാണാം, ഒരു പൂതി ഉണ്ടാവും. നമ്മക്ക് അതൊന്നുമല്ല വേണ്ടത്. അല്ലാഹു തആല പറയുന്നുണ്ട് ഒരു ഖുദ്സിയായ ഹദീസില്, അഅത്തുൽ ഇബാദിയ സ്വാലിഹീന, ഞാൻ എന്റെ സ്വാലിഹീങ്ങളായ അടിയാറുകൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം എന്ന് പറയുന്നത് മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതും, വല ഉദുനുൻ സമീഅത്ത്, ഒരു ചെവിയും കേൾക്കാത്തതും, വല ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിന് മുദിക്കാത്തതുമായ ഒരു ആനന്ദമാണ് സ്വർഗം. ഒരാളും അത് കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പിന്നെ ഒരാൾക്ക് അത് നാവ് കൊണ്ട് പറയാൻ കഴിഞ്ഞാലല്ലേ വേറൊരാൾക്ക് ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുക. ഒരാളും ചെവി കൊണ്ട് അത് കേട്ടിട്ടില്ല. പല ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ സങ്കല്പത്തിലും അത് ഉയർന്നു വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സുഖം, അങ്ങനത്തെ ഒരു ആനന്ദം അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക്, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് സ്വർഗം എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഖുദ്സിയായ ഹദീസിലൂടെ കാണാം. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്തതും ആ രൂപത്തിൽ നാവ് കൊണ്ട് പറയാൻ കഴിയാത്തതും മനസ്സിൽ ഉദിക്കാത്തതുമായ ഒരു ആനന്ദം, ഒരു സുഖം, അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പെണ്ണുകെട്ടിയ മനുഷ്യന്മാർക്ക് അറിയാലോ. അതിനാണ് വിവാഹം അല്ലാഹു തആല തീരുമാനിച്ചത്. അതിനാണ് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ സുഖം, സ്വർഗത്തിലെ ആനന്ദത്തിന്റെ, ആ പരമാനന്ദത്തിന്റെ ഒരു ഭാഗം ഭൂമി ലോകത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആണിനും പെണ്ണിനും അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല വിവാഹം എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? വിവാഹം നടക്കണം. പക്ഷെ ഇപ്പൊ ലോകത്ത് നടക്കുന്ന ഏർപ്പാടെന്താ? പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട, കല്യാണമില്ല. ഒരു മഹലിലും കല്യാണം പറഞ്ഞപ്പോൾ വളരെ അപൂർവമായി നടക്കുന്ന ഒന്നാണ്. ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ചോദിച്ചാൽ, അത് പ്രേമിച്ചിട്ടോ ചാടിപ്പോയിട്ടോ അവള് കണ്ടെത്തിയ മാപ്പിള, അവൻ കണ്ടെത്തിയ പെണ്ണ്, അല്ലാണ്ട് നാട്ടുകാർക്ക് അതിൽ വലിയ കുടുംബക്കാർക്കും നാട്ടുകാർക്കൊന്നും അതിന് ബന്ധമൊന്നുമില്ല. അച്ചാറും ഇല്ല, വേണമെങ്കിൽ ഉറപ്പിക്കലിന്റെ ഉണ്ടെങ്കത്തെ ചടങ്ങാണ്.
ആ അവളും അവനും കൂടി ഉറപ്പിച്ച കല്യാണം ഇപ്പൊ നടക്കുന്ന 99% കല്യാണം. ഞാഴുതുമില്ല, അല്ല കാക്കട്ടെ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് വിവാഹം വേണ്ട, പിന്നെന്ത് ചെയ്യണം? പ്രേമിക്കണം. ആണുങ്ങളും അങ്ങനെയായി പോയി. ഒരു ഒട്ടു വിഭാഗവും ഞാഴുതുമില്ല, അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താ ഇവിടെ ഒരു വാപ്പ ഉമ്മ എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് ഇവിടെ വലിയ ഒരു ബാധ്യത പരിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സവ്വിജു അബ്നാഅക്കും വബനാതിക്കും. നിങ്ങളുടെ മക്കൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കലും നിങ്ങളുടെ പെൺമക്കളെ കെട്ടിക്കലും നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹു തആല രക്ഷിതാക്കളോടാണ് കൽപ്പിക്കുന്നത്. കൽപ്പനയാണ്. നിസ്കരിക്കാൻ കൽപ്പിച്ച അല്ലാഹ്, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ച അല്ലാഹ് നമ്മളോട് കൽപ്പിക്കുകയാണ്. അള്ളാഹിന്റെ നിർബന്ധമാണ്. നമ്മളോട് അല്ല ഏൽപ്പിക്കുക. അതൊക്കെ വാപ്പാന്റെയും പാന്റെയും ബാധ്യതയാണ്. സവ്വിജു അബ്നാഅക്കും, നിങ്ങളുടെ മക്കൾക്ക് ആൺമക്കൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുക, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ കെട്ടിക്കുക. വഹല്ലുഹുന്ന ദഹബ വൽ ഫില്ല, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങളും അതേപോലെ വെള്ളി ആഭരണങ്ങളും ഒക്കെ നിങ്ങൾ ധരിപ്പിക്കുക, പൊന്നും വെള്ളിയൊക്കെ വാങ്ങിക്കൊടുക്കുക. വഅജീദു ലഹുന്നൽ കിസ്വ, പുതിയ പുതിയ വസ്ത്രം പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂലായി പറയുന്നത് പെൺകുട്ടികൾക്ക് പുതിയ പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കുക. വഅഹ്സിനു ഇലൈഹിന്ന ബിന്നിഹല, സ്ത്രീധനം നന്നാക്കി കൊടുക്കുക. വഅഹ്സിനു ഇലൈഹിന്ന ബിന്നിഹല, ആ വാക്കിന്റെ അർത്ഥം സ്ത്രീധനം തന്നെയാണ്. മൂല്യന്മാര് മറച്ചു വെച്ചതുകൊണ്ടെന്ന് റസൂലുള്ളാഹിന്റെ വാക്ക് പുറത്തു വരാതിരിക്കൊന്നുമില്ല. വിവാഹ സമ്മാനം എന്നാണ് അതിന് പറയാ. കെട്ടിക്കണ നേരത്ത് പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീട്ടിൽ യുർഗബ ഫീഹിന്ന തൊട്ട വാക്ക്. പെൺകുട്ടികൾക്ക് തോനെ മുതൽ കൊടുക്കുക. എന്തിനും യുർഗബ ഫീഹിന്ന, ആ മുതൽ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ആളുകൾ പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട്, എന്നാലെങ്കിലും അവൻ പെണ്ണ് കെട്ടട്ടെ, അതിനും വേണ്ടി നിങ്ങൾ സ്ത്രീധനം കൊടുക്കുക. യുർഗബ ഫീഹിന്ന, ആ പെൺകുട്ടികളിൽ താല്പര്യം ഉണ്ടാവാൻ വേണ്ടി ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസ. അപ്പൊ ഈ പെൺകുട്ടികളെ കെട്ടിക്കുക, ആ മക്കൾക്ക് കല്യാണം നടത്തി കൊടുക്കുക എന്നത് അള്ളാഹു മാതാപിതാക്കളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അവരെ തമ്മിൽ എന്നിട്ട് അല്ലാഹു തആല വിവാഹത്തിന്റെ ഗുണമായി പറഞ്ഞത് എന്താ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വിവാഹം ചെയ്യുമ്പോ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു തആല അവന്റെ കരുണയെയും അവന്റെ മവദ്ദത്തിനെയും അല്ലാഹു തആല അവരിൽ അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്ന, ഇത് അല്ലാഹു നൽകുന്നതാണ് വിവാഹിതർക്ക് മാത്രം. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഏതോ ഒരു ചെക്കൻ, എവിടെയോ ജീവിച്ച ചെക്കൻ, എവിടെയോ ജീവിച്ച ഏതോ സാഹചര്യത്തിൽ ജീവിച്ച ഒരു പെണ്ണ്, പക്ഷെ അവർ വിവാഹിതരാകുന്നതോടുകൂടെ പാപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട്, പാപ്പ ചെക്കന്റെ കയ്യിൽ പിടിച്ചിട്ട് ദബ്ബജുത്തുക്ക ബിന്ദി പാത്തുക്കുട്ടി ബി മഹരി ഹാദൽ അലിയ മിനൽ റഹബി എന്ന് പറയുമ്പോ അവൻ കബിൽതു നിക്കാഹഹ എന്ന് പറയുമ്പോ അഖത്തുഹു നബി അഹദില്ല, അള്ളാഹുവിനോട് ചെയ്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ അവനൊരു പെണ്ണ് ഭാര്യയായി കിട്ടുമ്പോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു അവരെ തമ്മിൽ അല്ലാഹു തആല ഒട്ടിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടല്ല, സൂപ്പർ ഗ്ലൂ കൊണ്ടല്ല, പിന്നെയോ മവദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും പശിമ കൊണ്ടാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെ അല്ലാഹു തആല ഒന്നിപ്പിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടിയിട്ടാണ് വിവാഹ ജീവിതം അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്നത്. ആ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള മനസ്സും ശരീരവുമായിട്ടാണ് നമ്മളെ ആണിനെയും പെണ്ണിനെയൊക്കെ അല്ലാഹു തആല പഠിച്ചതും. സ്നേഹം നമ്മുടെ ഏറ്റവും വലിയ വികാരമായിട്ട് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ കിട്ടാക്കനിയായി മാറിയിരിക്കുന്ന ഒന്നാണ് സ്നേഹം. പാപ്പാക്കും ഉമ്മാക്കും എന്നോട് സ്നേഹമല്ല എന്ന് മക്കൾക്ക് പരാതി, മക്കൾക്കൊന്നും ഞങ്ങളോട് സ്നേഹമല്ല എന്ന് പാപ്പാക്കും ഉമ്മാക്കും പരാതി, ഭർത്താവിന് എന്നോട് സ്നേഹമല്ല എന്ന് ഭാര്യയ്ക്ക് പരാതി, ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമല്ല എന്ന് ഭർത്താവിന് പരാതി. എന്താ അതിന്റെ രഹസ്യം? സ്നേഹം എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. കൊടുത്താൽ മാത്രം കിട്ടണ ഒന്നാണ്. അതാദ്യം കുത്തിയിടണം, എന്നാലേ മുളച്ചു വരുള്ളൂ. കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒന്നാണ് സ്നേഹം. കൊടുക്കാൻ ആരും തയ്യാറല്ല, എല്ലാവർക്കും കിട്ടണം. അങ്ങനത്തെ ഒന്നാണ് ഈ സ്നേഹം. അതുകൊണ്ട് കൊടുക്കാൻ നമ്മൾ പഠിച്ചാൽ സ്വാഭാവികമായും സ്നേഹം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വലിയൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, ഫ്രോയിഡ് എന്ന് പറയുന്ന ആൾ. അയാളാണ് മനഃശാസ്ത്രം പറഞ്ഞൊരു ശാസ്ത്രശാഖയുടെ പിതാവ്.
അയാൾ നമ്മളോട് പറയുന്നത്, നാം രോഗികളായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് രോഗം ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹിക്കുക തന്നെ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹമുള്ളടത്ത് രോഗം ഉണ്ടാവില്ല. നമ്മളൊക്കെ രോഗികളായി മാറുന്നതിന്റെ പിന്നിൽ സ്നേഹദാരിദ്ര്യമാണ്. നമുക്ക് സ്നേഹമില്ല, നമുക്ക് വെറുപ്പാണ്. ഭാര്യയോട് വെറുപ്പാണ്, മക്കളോട് വെറുപ്പാണ്, ഭർത്താവിനോട് വെറുപ്പാണ്, കുടുംബക്കാരോട് വെറുപ്പാണ്, അയൽവാസികളോട് വെറുപ്പാണ്, കൂട്ടുകാരോട് വെറുപ്പാണ്, കുടുംബക്കാരോട് വെറുപ്പാണ്. അപ്പൊ നമ്മൾ രോഗികളായി മാറുകയാണ്. ആ വെറുപ്പുകളൊക്കെ അങ്ങ് കളഞ്ഞാൽ നമ്മളിൽ പിന്നെ രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് മനഃശാസ്ത്രത്തിന്റെ പിതാവായ ഫ്രോയിഡ് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ലോകം കണ്ട നയതന്ത്രജ്ഞന്മാരിൽ ഏറ്റവും വലിയ ആളായി ലോകം എപ്പോഴും മനസ്സിലാക്കുന്ന KPS മേനോൻ പറഞ്ഞൊരു വാക്കുണ്ട്, സ്പെയർ നോ ചാൻസ് അവേക്കൺ ടു ലവ്. സ്നേഹത്തെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന, സ്നേഹത്തിന് തിളക്കമുണ്ടാക്കാൻ കഴിയുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കാതിരിക്കുക. സ്നേഹമാണ് ജീവിതത്തിലെ പ്രധാനം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ കണ്ടുമുട്ടുമ്പോ പുഞ്ചിരിക്കാനും കാണുമ്പോ സലാം പറയാനും ഒക്കെ റസൂലുള്ള പഠിപ്പിച്ചത് ഈ സ്നേഹത്തിന് തിളക്കമുണ്ടാക്കാനാണ്, ആ സ്നേഹം വർദ്ധിപ്പിക്കാനാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അടിസ്ഥാനം. ആ സ്നേഹമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല വിവാഹം എന്ന് പറയുന്ന ഈ ജീവിതം നമുക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നത്. പക്ഷേ പുതിയ തലമുറയുടെ പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത്, വിവാഹം ചെയ്യുന്നതിന് മുമ്പ് പ്രേമിച്ചാലേ സ്നേഹം ഉണ്ടാവുള്ളൂ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഈ വിവാഹ ദാമ്പത്യ ജീവിതം പറഞ്ഞ ഒരു പെണ്ണിനെ തന്നെ എന്നും പ്രേമിക്കുന്നതിനാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയാ. മറിച്ച് പട്ടികൾക്കും നായ്ക്കൾക്കും ഒക്കെ ഒരു പ്രേമുണ്ട്. അതെങ്ങനെയാ? ദിവസം വേറെ വേറെ പട്ടി. കാളയ്ക്ക് ഇന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാളും പിറ്റന്നാളും വേറെ വേറെ വേളി. മൂരി കൂറ്റമ്പൂരിനെ മേയാമിട്ടാക്കി എന്നൊരു പശുവാണ് അതിന്റെ ഭാര്യ, നാളെ വേറെ പശു, അതിന്റെ അപ്പുറം പിറ്റന്നാ വേറെ പശു. അതേപോലെ ജീവിക്കലാണ് ഇന്നത്തെ ലോകത്തിന്റെ പുതിയ തലമുറയുടെ പരിഷ്കാരം. അതല്ല സ്നേഹം എന്ന് പറയുന്ന ഒരാളെ തന്നെ അറ്റമില്ലാതെ വീണ്ടും 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 സ്നേഹിക്കുക. അങ്ങനെ സ്നേഹത്തിന്റെ അങ്ങേത്തലയിലേക്ക് എത്തുന്ന ഒരവസ്ഥക്കാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ മൃഗീയമായ വികാരമല്ല, സംസ്കരിച്ചെടുത്ത ഇലാഹിയായ ഒരു കാരുണ്യമാണ്, ദൈവികമായ ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ നേരാകുക, അപ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക, അപ്പോഴാണ് കുടുംബത്തിൽ ഐശ്വര്യം വരിക, അപ്പോഴാണ് മക്കൾ നന്നാവുക. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ ആ നിലയിലേക്ക് ഉയർന്നു വരാത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരം ഒളിച്ചോട്ടങ്ങളും ആത്മഹത്യകളും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. മറിച്ച് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് 1+1=1 പറയുന്ന ഒന്നാണ്. ഒന്നും കൂടുമ്പോ വലിയൊരു 1 എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും കൂടുമ്പോ രണ്ടാളല്ല, രണ്ടാള് കൂടിയ വലിയൊരു 1-നാണ് ദാമ്പത്യ ജീവിതം, കുടുംബം എന്നൊക്കെ പറയുന്നത്. അത്തരം ഒരു അവസ്ഥക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അവിടെയാണ് സ്നേഹവും കരുണയും അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. വിവാഹിതരല്ലാത്ത കാമുകന്മാർക്കിടയിലല്ല, വിവാഹം ചെയ്ത് ജീവിക്കുന്നവർക്കിടയിലാണ് അറ്റമില്ലാത്ത ആഴമുള്ള സ്നേഹം നിലനിൽക്കുന്നത്. അത്തരം ദാമ്പത്യത്തിലാണ് ഉണ്ടാവേണ്ടതും ഉള്ളതും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബി തങ്ങളായിരുന്നു കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖലാ ബിനിസായിഹി. അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലേക്ക് ഭാര്യമാരുടെ അടുക്കലേക്ക് ചെന്നാൽ അല്യന റസൂലുള്ളാഹി തങ്ങൾ അല്യനന്നാസി വ അക്രമന്നാസി, ജനങ്ങളിൽ ഏറ്റവും മയമുള്ളയാളും ഏറ്റവും മയത്തിൽ പെരുമാറുന്ന ആളും, വ അക്രമന്നാസി ഏറ്റവും കറാമത്ത്, ബഹുമാനം, ആദരവ് സൂക്ഷിക്കുന്നയാളും റസൂലുള്ളാഹി തങ്ങളായിരുന്നു. എവിടെ? കുടുംബത്തിൽ ചെല്ലുമ്പോൾ. ലഹാക്കൻ വ ബസ്സാമൻ, ധാരാളമായി ചിരിക്കുകയും, ചിരിക്കുക എന്ന് പറഞ്ഞാൽ അണപ്പല്ല് കാണുമാല് പൊട്ടിച്ചിരിക്കുന്നതിനാണ് ലഹാക്ക് എന്ന് പറയാ. അങ്ങനത്തെ ചിരി റസൂലുള്ള പുറത്ത് ചിരിക്കൂല. പുറത്തൊക്കെ പുഞ്ചിരി മാത്രമേ ഉള്ളൂ. പക്ഷെ കെട്ടിയോളിന്റെ അടുത്ത് ചെന്നാ പിന്നെ അവിടെ ഭാര്യമാരുടെ അടുക്കൽ ചെന്നാ പൊട്ടിച്ചിരി, വായ തുറന്ന ചിരി, ബസ്സാമൻ, എപ്പോഴും പുഞ്ചിരി. അതായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം. അതാണ് കുടുംബം, അതാണ് കുടുംബത്തിന്റെ ഐശ്വര്യം. അതായിരുന്നു. അതുകൊണ്ടാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത് കൊണ്ടാണ് കുടുംബം എന്ന് മലയാളത്തിൽ ആ വാക്കിന്, ആ സംവിധാനത്തിന് പേര് വന്നത് തന്നെ. രണ്ടാളും കൂടുമ്പോൾ ഇമ്പമുണ്ടാവണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുമ്പോ പൊട്ടിത്തെറികളല്ല, സംഘടനകളല്ല,
തെറി പറയലുകളല്ല, ഒച്ചയിടലല്ല, ഇമ്പമുണ്ടാവണം. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു, കുല്ലു ഷൈഇൻ യലൂ ബിഹി റജുലു ഫഹുവ ബാത്തിൽ. മനുഷ്യർ എന്തൊക്കെ നേരം പോക്ക് കാട്ടുന്നുണ്ടോ അത് മുഴുവൻ ബാത്തിലാണ്. അതിനൊന്നും കൂലി കിട്ടൂല. നേരം പോക്ക് കളിച്ചിരുന്നു അള്ള കൂലി തരില്ല. ഒക്കെ ബാത്തിലാണ്, വെറുമ്പടിയാണ്. ഇല്ലാത്ത ഫറസഹു, അവന്റെ കുതിരയ്ക്ക് അവൻ അദബ് പഠിപ്പിക്കുക, കുതിരനെ ഓടാനും ചാടാനൊക്കെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ അവന്റെ അമ്പ് എടുത്തിട്ട് അമ്പ് വിട്ടിട്ട് ഉന്നം തെറ്റാതെ അമ്പ് ചെയ്യാൻ പഠിക്കുക, അത് നേരാക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴികെ. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, ഭാര്യയുമായുള്ള കളി, അത് വല്ലാത്തൊരു കളിയാണ്. ആഖിറത്തിൽ കൂലി കിട്ടുന്ന ശ്രേഷ്ഠമായ ഇബാദത്താണ്. കെട്ടിയുള്ള കൂടെ കളിക്കണം. പുറത്ത് ഹറാമായ പല കാര്യങ്ങളും ഭാര്യയുടെ മുമ്പിൽ ചെല്ലുമ്പോ ഹലാലാണ്. ഭാര്യയോട് എന്ത് കളിയും കളിക്കാം, ഏത് രൂപത്തിലും പെരുമാറാം. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് കളി കളിച്ചാലും അത് അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യകർമ്മമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖൈറുക്കും ലി അഹ്ലിഹി, ഒരു മനുഷ്യരിൽ ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നവൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നയാളാണ്. അതുകൊണ്ട് വാന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ നിങ്ങളിൽ ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറുന്നവനാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കണം. അതൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പം. ഇപ്പൊ നമ്മളെ മക്കൾക്ക് വിവാഹം വേണ്ട, എനിക്ക് വേണ്ട. ഇപ്പൊ നോക്കുന്ന അവസ്ഥ എന്താ? പാപ്പാനോട് ചോദിച്ചാൽ പറയും, ഉമ്മാരോട് ചോദിച്ചാലും കുടുംബക്കാരൊക്കെ പറയും, പെൺകുട്ടിക്ക് 10, 18, 19, 20 വയസ്സൊക്കെ ആയില്ലേ, കാണാൻ ഒരാളെ വിട്ടാക്കിയാലും ആയിക്കോട്ടെ വന്നോളി എന്നും പറഞ്ഞ് പെണ്ണ് കാണാനൊക്കെ വിട്ടാക്കും. ഒക്കെ ചെക്കനൊക്കെ പോയി കണ്ടിട്ട് വാപ്പാക്കും ഉമ്മാക്കും പെണ്ണിനും ഒക്കെ ചെക്കനെ പറ്റും. പക്ഷെ വാപ്പയും മീൻ പറയും, അവളെന്താ പറയണത് നോക്കട്ടെ. അവള് പറയും, എനിക്കിപ്പോ വേണ്ട, ആകുമ്പോ ഞാൻ പറയാം. അതായത് ഒളിച്ചോടേണ്ട സമയമാകുമ്പോ ഞാൻ പറയാന്ന് അവളാ പറയുന്നത്. അല്ലാണ്ട് അവൾക്ക് കല്യാണമൊന്നും വേണ്ട, അവൾക്ക് സ്ഥിരം വേറെ ആളുണ്ട്. ഞാൻ വെറുതെ പറയണമെന്നല്ല, എത്രയും അനുഭവം വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ കോട്ടായിൽ പോയിട്ട് എന്റെ അയൽവക്കത്തേക്ക് ഒരു കല്യാണം തീരുമാനിച്ചു. ഞാനും പോയി തീരുമാനിച്ചതാ. അങ്ങനെ 3000 കല്യാണക്കത്തടിച്ചു. 3000 ക്ഷണക്കത്തടിച്ചിട്ട് കല്യാണമൊക്കെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. വലിയൊരു ഒരു മാനേ ഉള്ളൂ, വലിയ പരിപാടിയാക്കി നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ഉസാറാക്കിയിട്ട് ക്ഷണക്കത്തൊക്കെ അടിച്ചിട്ട് കല്യാണമൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞ് ഒരാഴ്ച മുമ്പ്, പിറ്റത്തെ ഞായറാഴ്ചയാണ് കല്യാണം. അതിന്റെ ഒരാഴ്ച മുമ്പ് ഈ പെണ്ണ്, അതായത് വീട്ടുകാർ സ്വർണം എടുത്തുകൊണ്ടുവന്നു. 50 പവൻ സ്വർണം വീട്ടുകാർ, ഈ കാലത്ത് 50 പവൻ സ്വർണ്ണമൊക്കെ പോയിട്ട് അവരെടുത്ത് കൊണ്ടുവന്നു. അതിന്റെ പിറ്റേന്ന് ആ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് അവള് ചെക്കൻ്റെ ഒപ്പം പോവുകയും ചെയ്തു. അപ്പൊ സ്വർണം വാങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അവള് കല്യാണത്തിന് സമ്മതിച്ചത്. ആ ചെക്കനുമായിട്ട് അവള് പണ്ടേ ജോലിക്ക് പോകാനുള്ള ആശുപത്രിയിൽ എന്തിനോ ജോലി ഉണ്ട് അവൾക്ക്. അവിടെ ഒരു ചെക്കനുണ്ട്, അവളുമായിട്ട് പണ്ടേ അവള് പ്രേമത്തിലാണ്. അപ്പൊ ഈ സ്വർണം കിട്ടാൻ വേണ്ടി കല്യാണത്തിന് വേണ്ടി സമ്മതിച്ചു. അതിന് ഈ ചെക്കനെയും കുടുംബത്തിനെയും നാട്ടുകാരെയും മുഴുവൻ വട്ടത്തിരിച്ചു. അതിനൊക്കെ പ്രയാസം ഉണ്ടാക്കി. എന്നിട്ട് അത് അവിടെ എത്തുന്നപ്പോൾ നമുക്കറിയാലോ, അങ്ങനെ കഴിഞ്ഞ കല്യാണങ്ങളൊക്കെ ഒന്നുകിൽ തീവണ്ടിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ പൊങ്ങല്, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ തൂങ്ങല്, ഇതൊക്കെയല്ലേ ഉണ്ടാവാറുള്ളൂ. എഴുതുന്നില്ല, നല്ല കാക്കട്ടെ. പക്ഷെ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് ആ ബുദ്ധിയില്ല. ഇത് പ്രേമിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അത് കുടുംബക്കാരുടെയും പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും നേതാക്കന്മാരുടെയും അയൽവാസികളുടെ പ്രാർത്ഥന, ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമഅ ബൈനകുമ വ കസ്സറ നസ്ലകുമ ഫീ ഖൈരിൻ വഅഫിയ. ആ ദുആയാണ്. ആ ദുആ കൊണ്ടാണ് ഈ ദാമ്പത്യ ജീവിതം അംഗീകരിക്കപ്പെടുന്നത്. അതിലൂടെയാണ് മവദ്ദത്തും റഹ്മത്തും അല്ലാഹു തആല നൽകുന്നത്. ആ പ്രാർത്ഥനയില്ലാതെ, പൊരുത്തല്ലാതെ, തൃപ്തിയില്ലാതെ ഏതായാലും ചാടിപ്പോയില്ലേ, ഇനിയിപ്പോ കെട്ടിക്കൊടുക്കല്ല, എന്താ മാർഗം? വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പോലീസുകാർ അവിടുന്ന് പറഞ്ഞയക്കുമ്പോ തന്നെ പറയണ്ട, കെട്ടിച്ചു കൊടുക്കണേ മാത്രം കൊണ്ടുപോയിക്കളി, അല്ലെങ്കിൽ കൊണ്ടുപോണ്ടെന്നാ പോലീസ് സ്റ്റേഷനിൽ പറയുക. കെട്ടിക്കൊടുക്കാനേ ആളുള്ളൂ. അങ്ങനത്തെ വൃത്തികേടിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺമക്കളെ നമ്മൾ പറഞ്ഞു ശരിയാക്കണം. നമ്മുടെ കുട്ടികൾക്ക് കുറ്റക്കാരായി തീരുന്ന ഒരു ഉത്തരവാദിത്വം നമ്മളാണ്. ആ കുട്ടികളെ നേരാക്കേണ്ട ബാധ്യത തീർച്ചയായും അല്ലാഹുവും അവന്റെ പ്രവാചകരും ഒക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഹഖുൽ വലദി അലാ വാലിദിഹി. ഒരു കുട്ടിക്ക് പിതാവിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്ന് പറയുന്നത് 10 സെന്റ് സ്ഥലമല്ല. പിന്നെ എന്തൊക്കെയാണ് മക്കളുടെ അവകാശം? അൻ യുഹ്സിന ഇസ്മഹു, ഒന്നാമതായിട്ട് നല്ലൊരു പേര് വെക്കുക അവനെ. വ അദബഹു,
അവനെ സദാചാരബോധമുള്ള സംസ്കാരമുള്ള മക്കളാക്കി മകനെയും മകളെയും ഒക്കെ വളർത്തുക. അവനെ എഴുത്തും വായനയും പഠിപ്പിക്കുക, നീന്താൻ പഠിപ്പിക്കുക, അതേപോലെ അമ്പ് കൊണ്ട് എറിയാൻ പഠിപ്പിക്കുക. റസൂലുള്ളാഹി നിങ്ങൾ പറയാ നീന്താൻ പഠിപ്പിക്കണം മക്കളെ. അത് പഠിപ്പിക്കാത്തതിന്റെ ഗുണം കണ്ടില്ലപ്പോ കർണാടകയിൽ വന്ന മംഗലാപുരത്തോ കർണാടകയിൽ എവിടെയോ പഠിക്കുന്ന കുറെ ചെറുപ്പക്കാർ 22, 23 വയസ്സ് ഉള്ള മുസ്ലിം ചെറുപ്പക്കാർ കടലിൽപ്പെട്ട് മുങ്ങി മരിക്കുക. എന്തുകൊണ്ടാണ്? പഠിപ്പിക്കേണ്ടത് വാപ്പയും പഠിപ്പിച്ചിട്ടില്ല, ബാക്കിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നീന്താൻ പഠിപ്പിക്കണം, അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അതേപോലെ അത്യാവശ്യം ഒരു ശത്രുവിന്റെ മുമ്പിൽപ്പെട്ട രക്ഷപ്പെടാനുള്ള ആയോധന കലകളും കഴിവുകളൊക്കെ മക്കൾക്ക് പഠിപ്പിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു അടുത്തതായിട്ട് ഹലാലായ ഭക്ഷണമല്ലാതെ അവനെ കൊണ്ട് തീറ്റിപ്പിക്കരുത്, ആ മക്കൾക്ക് കൊടുക്കരുത്. വിവാഹ പ്രായമെത്തിയാൽ ആ പെൺകുട്ടികളെ കെട്ടിക്കണം, മക്കൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് എന്ന്, അവരുടെ അവകാശമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. നമ്മുടെ സർക്കാർ പറയുന്ന ഇതാ അതറക്ക വിവാഹ പ്രായമെത്തിയാൽ സർക്കാർ പറയുന്ന പ്രായം എത്രയാ? 21ഉം 18ഉമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രായമൊന്നുമല്ല. നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം. ആ സർക്കാർ പറയുന്നത് 18 വയസ്സായ പെണ്ണിനെയാണ് വിവാഹം പറ്റുള്ളൂ. പക്ഷെ 16 വയസ്സ് മുതൽ വ്യഭിചാരം തുടങ്ങാം. ഏതാണിന്റെ ഒപ്പം സമ്മതത്തോടു കൂടെ എവിടെയും പോയി കൂടാം, എന്തും കാട്ട, കുഴപ്പമില്ല. ഗവൺമെന്റിന് അതൊന്നും ഹറാമാവില്ല. ഹറാമാകുക എപ്പോഴാണ്? പള്ളിക്കലെ മൂലയിൽ ഇടപെട്ടിട്ട് നിക്കാഹ് നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹറാമാവും. അപ്പൊ പോലീസ് മൂലയെയും പിടിക്കും, രക്ഷിതാക്കളെയും പിടിക്കും, പള്ളി കമ്മിറ്റിക്കാരെയും പിടിക്കും. കാരണം 18 വയസ്സായിട്ടില്ല. അവിടെ ആരെങ്കിലുമൊക്കെ ചെക്കന്മാരുടെ ഒപ്പം ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരുടെ ഒപ്പം ഊട്ടിക്കും കൊടൈക്കനാലിക്കും ഇങ്ങനെ പോയാൽ വല്ല കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമില്ല. കാരണം 16 വയസ്സായിട്ടുണ്ടല്ലോ, അവളുടെ സമ്മതത്തോട് കൊടുക്കുകയാണല്ലോ, അത് ഹറാമാവൂല. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്യുന്ന, അതിഗൗരവത്തോടുകൂടെ പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ വ്യഭിചാരത്തിലേക്കാണ് ഈ മക്കളെ രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നത്. അതിന്റെ കുറ്റം രക്ഷിതാക്കൾക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നുണ്ട്, ഇൽരിബൂഹു, ആ മക്കളെ നിങ്ങൾ അടിക്കുക, അല സ്വലാത്തി, നിക്കരിക്കാതിരുന്നാൽ 7 വയസ്സായിട്ട് നിക്കരിച്ചെങ്കിൽ അടിക്കണം. 9 വയസ്സായാൽ ഇനി മാതാപിതാക്കൾ കിടക്കുന്ന അല്ലെങ്കിൽ അഞ്ചത്തിയോ ഏട്ടത്തിയോ കിടക്കുന്ന വിരിപ്പിൽ അവനെ കടത്താൻ പാടില്ല, അവളെ കടത്താൻ പാടില്ല. 9 വയസ്സായവരെ വേർപെടുത്തി കടത്തണം, ഒറ്റയ്ക്ക് കടത്തണം, കൂട്ടായിട്ട് ഇനി കടത്താൻ പാടില്ല. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതേപോലെ ആ മകനക്ക് നിങ്ങൾ പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. അവന് 17 വയസ്സായാലും പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ അൽ ഇഫ്സാഹ് എന്ന കിതാബിന്റെ 22ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പൊ ഒരാണിന്റെ വിവാഹപ്രായം ഇസ്ലാമികമായിട്ട് എത്രയാണ്? 17 വയസ്സാണ്. ഇബ്നു ഹജറാണ് ഈ ഉദ്ധരിച്ചത്, വേറാരുമല്ല. നമ്മുടെ മദ്ഹബിൽ പറയാൻ അധികാരമുള്ള ഏറ്റവും വലിയ ആളാ മൂപ്പർ ഉദ്ധരിച്ച ഹദീസാ ഞാൻ പറയുന്നത്. ഇനി പെൺകുട്ടിന്റെ കാര്യത്തിലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മക്തൂബുൻ ഫി തൗറാത്തി, മൂസാ നബിക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത തൗറാത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, മൻ ബലഗത് ഇബ്നതുഹു 12 സന, വല്ലവന്റെ പെൺകുട്ടിക്ക് 12 വയസ്സായാൽ, 12 വയസ്സായ ഒരു പെൺകുട്ടി വലം യുസവ്വിജ്ഹ, എന്നിട്ട് അവളെ അവൻ കെട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അലൈഹി, ആ പെൺകുട്ടി ചെയ്യുന്ന ഇസ്മുദാലിക, അവൾ ചെയ്യുന്ന തമ്മാടിത്തരത്തിന്റെ മുഴുവൻ കുറ്റം, മുഴുവൻ പാപം, അലൈഹി, അത് വാപ്പാന്റെ പേരിലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ ഇഫ്സാഹിന്റെ 28ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നത് കാണാം. വാപ്പാക്ക് രക്ഷയൊന്നുമില്ല. 12 വയസ്സായ പെൺകുട്ടികളെ കെട്ടിച്ചില്ലെങ്കിൽ കുറ്റം ആർക്കാണ്? വാപ്പാക്കാണ്. പക്ഷേ ഭരണകൂടം ഇന്നത് അനുവദിക്കൂല. ഭരണകൂടം അനുവദിക്കൂല വിചാരിച്ചിട്ട് ആ കുട്ടിന്റെ കാര്യം നോക്കാതിരുന്നാൽ, ഈ പെൺകുട്ടികളെ എങ്ങനെ അഴിച്ചുവിട്ടാല് ആ പെൺകുട്ടി അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മെന്താ ചെയ്യണത്, അവള് സമ്മതിക്കില്ലെങ്കിൽ നമ്മളെന്താ കാട്ടുന്നത് എന്നും പറഞ്ഞിട്ട് വാപ്പ ഇനി ഒഴിഞ്ഞു നിന്നാൽ ചെറിയ പാപമല്ല, സ്വർഗത്തിന്റെ വാസന പോലും
കുടുംബത്തിൽ ഇത്തരം വൃത്തികേടുകൾ അനുവദിക്കുന്ന ഒരു പിതാവിനോ ഒരു മാതാവിനോ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് കാണാം. സലാസത്തുല്ലാ യദ്ഖുലൂന ജന്ന, 4 കൂട്ടർ സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദൂന റീഹഹ, സ്വർഗത്തിന്റെ വാസന 50,000 മൈലുകൾ അപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസന പോലും ഒരു കൂട്ടര് ചില ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ല, ഒന്നാമത്തത് അർറജുലത്തു മിനൻ നിസായി, ആണ് മനസ്സെത്തിയത്. ആണിന്റെ വേഷം കെട്ടി നടക്കണ പെൺകുട്ടികള് ആണ് മഞ്ഞെത്തിയതെന്ന് അതിന് പറയാം. അള്ളാഹു തആല പെണ്ണായിക്കാ പഠിച്ചേ, പക്ഷെ ആണായിട്ടാണ് അവള് ജീവിക്കണത്. അങ്ങനത്തെ സ്വഭാവമുള്ളവര്. അതേപോലെ തന്നെ മുദ്മിനുൽ ഖംറി, നിത്യമായി കള്ളു കുടിക്കുന്ന കള്ളുകുടിയൻ. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ദുയൂസു, മൂന്നാമത്തെ ദുയൂസാണ് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, മമനി ദുയൂസ് യാ റസൂലുള്ളാഹ്. അവർക്ക് തിരിയില്ല ആ വാക്കിന്റെ അർത്ഥം. സഹാബാക്കൾക്ക് അറിയാത്തൊരു അറബിയാണത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലദീ യുഖിറുൽ ഖബസ ഫീ അഹ്ലിഹി, കുടുംബത്തിൽ തമ്മാടിത്തരം, വൃത്തികേട്, മോശത്തരം കുടുംബത്തിൽ ഉണ്ടായിട്ടും അത് അനുവദിക്കുന്ന, അതിനെതിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന രക്ഷിതാക്കൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ കഴിയില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടു കൂടെ കാണുക. ഈ വൃത്തികേട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മൾ അറിയുന്ന നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ഇഷ്ടക്കാരിലോ നമ്മൾ വേണ്ടപ്പെട്ടവരിലോ എല്ലാവരിലേക്ക് ഈ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ ബാധ്യതയാണിത്. നമ്മൾ കുറച്ചാളെ കേട്ടിട്ടുള്ളൂ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാധ്യത തീരൂല. കേട്ടവർ കവൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇത് കേട്ടവർ കേൾക്കാത്ത ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. എന്താണ് ദീനിന്റെ വിധി? ഇത് വാപ്പാനെയും ഉമ്മാനെയും നരകത്തിലാക്കുന്ന മക്കളാണ്. കു അൻഫുസക്കും വഅഹ്ലീകും നാറ, നമ്മൾ മാത്രം സ്വർഗത്തിൽ കിടന്നാൽ പോരാ, നമ്മുടെ മക്കളും ബാപ്പി ഇമ്മയൊക്കെ സ്വർഗത്തിൽ കിടക്കണം. അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. നമ്മുടെ മക്കളെ ആ നിലയിലാക്കാൻ നമുക്ക് കഴിയണം. അവൾ പഠിക്കല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് അവൾ പഠിച്ചോട്ടെ, ഭർത്താവ് പഠിപ്പിച്ചോട്ടെ, എന്താപ്പം അതിന് കുഴപ്പമുള്ളത്? +2 കഴിഞ്ഞ ഉടനെ കെട്ടിച്ചു ഞാൻ എൻ്റെ മകളെ. ഇപ്പോഴോ ഇപ്പം MBA കാരിയാ. എന്താപ്പം അതിന് കുഴപ്പം? ബുദ്ധിയുള്ളവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ എല്ലാ സംവിധാനം ഉണ്ട്. ഇപ്പം മക്കളൊക്കെ പഠിക്കണം, അങ്ങനെ തന്നെയാ. ആരും കോളേജിൽ പോയി പഠിച്ചിട്ടൊന്നുമല്ല. സ്കൂളിൽ പോലും പോകാത്ത ചെക്കനാണല്ലോ ഇപ്പോൾ കോളേജുകളിലൊക്കെ നടന്ന് ക്ലാസ് എടുക്കുന്ന ചെക്കനില്ല. ഇപ്പോൾ എന്താ ഹാബേൽ എന്താ കൊണ്ടൊരു ചെക്കൻ അല്ലേ, കൊടുവള്ളിക്കാരൻ ചെക്കൻ്റെ 13 വയസ്സുകാരനായ ചെക്കൻ. അവനെന്ത് ചെയ്തിട്ടില്ല? സ്കൂളിൽ പഠിച്ചിട്ടില്ല. കേട്ടില്ല സംഭവം? അറിഞ്ഞിട്ടില്ലേ? നിങ്ങളൊന്നും അറിയണില്ല ഇപ്പോൾ ലോകത്ത് നടക്കണത്. ആ മൊബൈലിലൊക്കെ ഉണ്ടല്ലോ ആ ചെക്കൻ. ആവുമ്പോൾ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ നടക്കുക. ആകെ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകർക്കൊന്നും വിവരമില്ല എന്ന് പാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞു. പഠിപ്പിക്കണ സാറന്മാർക്കൊന്നും വിവരമില്ല എന്ന് ഉമ്മാനോടും പാപ്പാനോടും പറഞ്ഞു. അപ്പം ഉമ്മ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ഈ കുട്ടിനെ നന്നാവോ നോക്കാനേ. കുട്ടിക്ക് ബുദ്ധി ഇല്ല എന്നാണ് ഉമ്മയും പാപ്പയും വിചാരിച്ചത്. പക്ഷെ കുട്ടിൻ്റെ ബുദ്ധി മനസ്സിലാക്കാൻ അധ്യാപകർക്ക് കഴിഞ്ഞില്ല. അവസാനം ഇപ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി $10 ലക്ഷം അവനിക്ക് ഗവേഷണത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഗവേഷണം നടത്തുന്നത് എവിടെയാ? ആൽബർട്ട് ഐൻസ്റ്റീൻ തോറ്റ ഭാഗത്താണ് ഇപ്പം എൻ്റെ ഗവേഷണം നടക്കുന്നത്. അതാ ഇപ്പം ക്ലാസ് എടുക്കുന്നത്. സ്കൂളുകളിൽ ഫിസിക്സ് പഠിച്ച അധ്യാപകർക്കൊക്കെ പോയി സംശയം തീർത്തു കൊടുക്കുന്നത് ഇവനാണിപ്പോൾ. ഇവരിപ്പോൾ കോടികളാണ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് പഠിക്കാൻ വേണ്ടി, ഗവേഷണം നടത്താൻ. വയസ്സത്ര? 13 വയസ്സ്. മലയാളി ചെക്കനായി പറയണ ഇതാണ് ലോകം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ പഠിപ്പ് എന്നൊക്കെ പറഞ്ഞൊക്കെ വീട്ടിലിരുന്ന് പഠിക്കാൻ കഴിയും. അതിൻ്റെ പേരിൽ വിവാഹം മുടക്കിയിട്ട് നമ്മുടെ കുട്ടികളെ തോന്നിയാസത്തിന് വിട്ട് ഇങ്ങനെ വ്യഭിചാരത്തിനും തോന്നിയാസങ്ങൾക്കും വൃത്തികേടുകൾക്കും തന്നിഷ്ടത്തിനും വിട്ടുകൊടുത്ത് അവൾ സ്വാലിഹത്താന്നിരിക്കട്ടെ, എന്നാലും മക്കളുടെ തന്നിഷ്ടത്തിന് വിട്ടുകൊടുത്താൽ വാപ്പയും കുറ്റത്തുനിന്ന് ഒഴിവാകുമോ? നഅൂദുബില്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരം ഗതികേടിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ നരകത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരാതെ നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ.